എല്ലാവർക്കും ക്വിസ് മീഡിയയിലേക്ക് സ്വാഗതം. ശിശുദിന ക്വിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സഹായകരമായ ചോദ്യോത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേൽവിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ പറ്റി പറഞ്ഞത് ആര്? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. നെഹ്റു ഏറ്റവുമധികം ഇഷ്ടപ്പെട്ട കാർട്ടൂണിസ്റ്റ് ആരായിരുന്നു? ഉത്തരം ശങ്കർ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? ഉത്തരം ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ ആരുടെ കൃതിയാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളുടെ പേരെന്ത്? ഉത്തരം ഇന്ദിരാഗാന്ധി. നെഹ്റുവിൻ്റെ വിവാഹം നടന്ന വർഷം? ഉത്തരം 1916. ജവഹർലാൽ നെഹ്റുവിന് കുട്ടികൾ നൽകിയ ഓമനപ്പേരെന്ത്? ഉത്തരം ചാച്ചാജി. നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേര് എന്താണ്? ഉത്തരം മോത്തിലാൽ നെഹ്റു. നെഹ്റുവിൻ്റെ മാതാവിൻ്റെ പേര് എന്താണ്? ഉത്തരം സ്വരൂപ് റാണി. ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം നവംബർ 14. ലോക ശിശുദിനം എന്ന്? ഉത്തരം നവംബർ 20. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം എന്നാണ്? ഉത്തരം 1889 നവംബർ 14. നെഹ്റുവിൻ്റെ ഭാര്യയുടെ പേര് എന്താണ്? ഉത്തരം കമല കൗൾ. ജവഹർ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം രത്നം. ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? ഉത്തരം ശാന്തിവനം. നെഹ്റു അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏത്? ഉത്തരം ലാഹോർ സമ്മേളനം. ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏത്? ഉത്തരം 1912 ബന്ദിപ്പൂർ സമ്മേളനം. ഋതുരാജൻ എന്ന് ജവഹർലാൽ നെഹ്റുവിനെ വിശേഷിപ്പിച്ചതാര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. നെഹ്റുവിൻ്റെ പ്രശസ്ത പുസ്തകമായ ഇന്ത്യയെ കണ്ടെത്തലിനെ ആധാരമാക്കി ഭാരത് ഏക് ഖോജ് എന്ന TV സീരീസ് നിർമ്മിച്ച് സംവിധാനം ചെയ്തത് ആര്? ഉത്തരം ശ്യാം ബെനഗൽ. നെഹ്റു ബാരിസ്റ്റർ പഠനം പൂർത്തിയാക്കിയത് എവിടെ വെച്ച്?
ഉത്തരം ലണ്ടൻ. ഇംഗ്ലണ്ടിലെ വിദ്യാഭ്യാസത്തിന് ശേഷം ഇന്ത്യയിലെത്തിയ നെഹ്റു ഏത് കോടതിയിലാണ് പ്രാക്ടീസ് തുടങ്ങിയത്? ഉത്തരം അലഹബാദ് കോടതി. ജവഹർലാൽ നെഹ്റു ബിരുദമെടുത്ത കോളേജ് ഏത്? ഉത്തരം കേംബ്രിഡ്ജിലെ ട്രിനിറ്റി. ഇന്ത്യയെ കണ്ടെത്തൽ, വിശ്വചരിത്ര അവലോകനം എന്നീ ഗ്രന്ഥങ്ങൾ എഴുതിയത് എവിടെ വെച്ചാണ്? ഉത്തരം ജയിലിൽ വെച്ച്. ജവഹർലാൽ അമർ ഹോ എന്ന മലയാള കവിത രചിച്ചത് ആരാണ്? ഉത്തരം ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്. എൻ്റെ ഗുരുനാഥൻ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ജവഹർലാൽ നെഹ്റു എത്ര വർഷം തുടർച്ചയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്? ഉത്തരം 17 വർഷം. ജവഹർലാൽ നെഹ്റുവിൻ്റെ തൂലിക നാമം എന്താണ്? ഉത്തരം ചാണക്യൻ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. നെഹ്റുവിൻ്റെ മാതാവ് സ്വരൂപ് റാണി അന്തരിച്ചത് ഏതു വർഷം? ഉത്തരം 1938. ജവഹർലാൽ നെഹ്റു എ ബയോഗ്രഫി എഴുതിയത് ആരാണ്? ഉത്തരം സർവേപ്പള്ളി ഗോപാൽ. ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് എന്നാണ്? ഉത്തരം 1964 മെയ് 27. 1938 ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രം? ഉത്തരം നാഷണൽ ഹെറാൾഡ്.